ഹായ് വാട്ട്സ് അപ്പിന് പീപ്പിൾ ദിസ് ഈസ് ലിക്വിഡ് ആൻഡ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ 17 Pro Max 1 TB വേരിയൻറ്റ് സിൽവർ കളർ ഇതിൻ്റെ 2 മന്ത് റിവ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ഭയങ്കര ഹാപ്പിയാണ്, കാരണം എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ഒരു ഡിവൈസാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഫസ്റ്റ് ആപ്പിൾ യൂസറാണ്. ഒരുപാട് നമ്മൾ നോക്കി ഇരുന്നിട്ട് ഞാനൊരു ആപ്പിൾ ഡിവൈസ് തന്നെ എടുക്കുന്നത്. അപ്പോൾ മറ്റ് പ്രീവിയസ് ജനറേഷൻ ഐഫോൺസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ബെറ്റർ ഡിവൈസാണ്. കാരണം ക്യാമറ കാര്യത്തിലാണെങ്കിലും സിസ്റ്റം വൈസ് ആണെങ്കിലും ഒക്കെ വളരെ തരത്തിലുള്ള ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ്സാണ് ആപ്പിളിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ചെറിയൊരിത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അലൂമിനിയം ബോഡിയാണ് ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓറഞ്ച് ബ്ലൂ കളർ വേരിയൻറ്റിലൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സിൽവർ കളർ വേരിയൻ്റാണ്. എനിക്കിപ്പോൾ ഇതുവരെ സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും സാധാ ജസ്റ്റ് സോഫ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കാറ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ സ്പീഗിൻ്റെ കേസാണ്. ഫുൾ ബോഡി പ്രൊട്ടക്ഷൻ കേസാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ ക്യാമറ ബമ്പിൻ്റെ അവിടെ ഒന്നും കാര്യങ്ങൾ ഇതുവരെ സ്ക്രാച്ചുകളും കാര്യങ്ങളും വന്നിട്ടില്ല. അപ്പോൾ ബാക്കി ഡിവൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ബഗ്ഗുകളൊക്കെ മേടിച്ച് ഇടയ്ക്കുണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്ന കുഴപ്പമൊന്നുമില്ല ഫോണിന് എനിക്ക്. പിന്നെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഫോൺ അടിപൊളി. എനിക്കത് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. എനിക്ക് ഒരു തവണ ഹീറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K ഒരു 60 FPS ഒരു ഹൈ ഫ്രെയിം റേറ്റിലൊക്കെ ഒരു വീഡിയോ ഞാൻ എക്സ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ക്യാമറ കാര്യത്തിലാണെങ്കിലും ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. എല്ലാ ക്യാമറ ആണെങ്കിലും 48 MB ക്യാമറ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. എൻ്റെ ഫ്രണ്ടിന് 16 Pro സീരീസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഫോണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് 12 MBനേക്കാളും കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു സെൻസറും മെഗാ പിക്സലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ പുതിയ നമുക്ക് ഈ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കുന്ന കുറച്ച് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെയാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ പിടിച്ച് തന്നെ വീഡിയോ എടുക്കാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ സെൻറ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സ്പെക്കാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. കാരണം അതിൻ്റെ സെൻസർ ഭയങ്കര വ്യത്യാസമുണ്ട് ഫ്രണ്ട് ക്യാമറയിൽ. പിന്നെ എനിക്ക് ബാറ്ററി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ഡ്രെയിനിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം എനിക്ക് ഒരു 1 ഡേ എനിക്ക് കിട്ടുന്നുണ്ട് ബാറ്ററി. കാരണം ഞാൻ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ 80% ഫോൺ കട്ട് ഓഫ് ഇട്ടേക്കുകയാണ്. അപ്പോൾ അതിന് മുകളിൽ ഫോൺ ചാർജ് ആവത്തില്ല. പിന്നെ ഞാൻ ഒരു 20% ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഫോൺ കുത്തിയിടും. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഇതിനകത്ത് വേപ്പർ ചേമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അധികം ഫോൺ ഹീറ്റ് ആവുന്നത് കുറയുന്നുണ്ട് ഫോൺ. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ പൊതുവേ റൂമിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഭയങ്കര ഒരു കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഫോൺ അധികം ഒരു ഹീറ്റിംഗ് ആയിട്ടൊരിത് കാണിക്കുന്നില്ല. മേ ബി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നല്ലൊരു ഹോട്ടായിട്ടുള്ള സ്ഥലത്തൊക്കെ ചെന്ന് ചിലപ്പോൾ ഈ ഫോണിൻ്റെ പെർഫോമൻസിൽ വ്യത്യാസം വരും, ബാറ്ററിയിലും ഒക്കെ വ്യത്യാസം വരും. അങ്ങനെ പിന്നെ ഓവറോൾ എനിക്ക് ഫോൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ എടുത്തേക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫോണാണ്. ഇതിനു മുന്നേ ആൻഡ്രോയിഡ് ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഫസ്റ്റ് ആപ്പിൾ പ്രൊഡക്റ്റാണിത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ക്യാമറ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും എനിക്ക് ഫോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കുറേ ആപ്സൊക്കെ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര ഹാൻഡിയാണ് ഫോൺ. വലിയ ലാഗും കാര്യങ്ങളൊന്നും ഫോൺ നമുക്ക് കാണിക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റം വെച്ചിട്ട്, കാരണം എനിക്ക് ഇവിടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആപ്പിൾ പേ ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഫിസിക്കൽ കാർഡുകളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഗൂഗിൾ പേ ഇവിടെ അങ്ങനെ വലിയ ഇതില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണക്ടിവിറ്റി ഇഷ്യൂസൊക്കെ ആണെങ്കിലും ഭയങ്കര കുറവാണ്, നൈസാണ്. മറ്റ് ഫോണുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഫയൽസ് ഷെയർ ചെയ്യാനാണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ്
കുറച്ച് ശോകമാണ് രാത്രി. നമ്മൾ വീഡിയോ എടുക്കാനാണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും അങ്ങനെ. പിന്നെ ബാക്കി ഡേ ലൈറ്റ് പെർഫോമൻസും ഫോട്ടോ വീഡിയോസൊക്കെ ഭയങ്കര അടിപൊളിയാണ് നമുക്ക്. ഞാൻ കൂടുതൽ ഇതിൻ്റെ യൂസ് ചെയ്യുന്ന ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും സംസാരിക്കാനുള്ളത് ക്യാമറേനെ പറ്റിയാണ്. അപ്പോൾ അടിപൊളിയാണ്. സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. സ്ലോ മോഷനും ഫോട്ടോസും ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഒരു ഒരു ഡെഡിക്കേറ്റഡ് ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ക്യാമറയിലേക്ക് നമുക്ക് ഫോൺ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ഫോട്ടോസിലാണെങ്കിൽ കുറേ സ്ലൈഡ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോർട്രേറ്റ് ഫോട്ടോസൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നാച്ചുറൽ പോർട്രേറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഭയങ്കര ഫോട്ടോ ഞാൻ കുറേ ഫോട്ടോസ് അതിനകത്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ എനിക്ക് ഈ ഫോണിൻ്റെ പെർഫോമൻസ് ഫോണിൻ്റെ ലുക്ക് വൈസും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്കൊരു ഫോണാണ്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നൊരു ഫോണാണ് ഇത് എടുക്കാനായിട്ട്. കാരണം പ്രോ സീരീസ് എടുക്കുന്നതായിരിക്കും ആപ്പിൾ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഫണ്ട് കുറച്ച് കൂടുതലാണ് ആണ് ഈ ഡിവൈസ് വെച്ച് നോക്കുമ്പോൾ. ഞാൻ എടുത്തേക്കണത് 1 TB വേരിയൻ്റാണ് എടുത്തേക്കണത്. എനിക്കിവിടെ ഒരു 1599 പൗണ്ട് അത്രയായി ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് വേരിയൻ്റ് എടുക്കണതായിരിക്കും കാരണം ബെറ്റർ. കാരണം എടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് ഫോട്ടോസാണ്. അപ്പോൾ അതുകൊണ്ട് ഓവറോൾ എനിക്ക് ഈ ഫോണിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ അപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക. കാരണം വീഡിയോ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു.